കുടുംബക്കോവിലിൽ ഉത്സവമായതുകൊണ്ട് അച്ഛൻ രാത്രി കിത്തുനെ കൊണ്ട് പോവേണേ. അവിടെ ഇനി താലപ്പൊലിയും പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ടീഷർട്ട് ഇടുന്നതിന് മുമ്പ് അവന് കാണിച്ചു കൊടുക്കണം കേട്ടോ ആ ഷർട്ടിൽ എന്ത് ഫോട്ടോയോ ഉള്ളതെന്ന്. ദിനോസറിന്റെ ഫോട്ടോ ആണെങ്കിൽ അവൻ ഫുൾ ഹാപ്പിയാണേ. ഇനി ഒരു ചന്ദനക്കുറിയും പിന്നെ തലയൊക്കെ കൊതി കൊടുത്ത് കിത്തുവിനെ ഒന്ന് സുന്ദരനാക്കി അച്ഛൻ്റെ കൂടെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു 5 മിനിറ്റ് പോകാനേ ഉള്ളൂ ആ ഒരു കുടുംബ കോവിലിലേക്ക്. 2 ദിവസത്തെ ഉത്സവമായിരുന്നു ഇപ്രാവശ്യം. അതുപോലെ തന്നെ അവിടെ ഒരു കാവും പിന്നെ തൊട്ടടുത്തൊരു കുളമൊക്കെ ഉണ്ട്. ആ ഒരു കുടുംബ കോവിൽ കാണാൻ നല്ല രസമാണ്. ഇനി ഞാൻ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അവിടുത്തെ ഫുൾ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അങ്ങനെ കിത്തു പോയതിന് ശേഷം ഇന്ന് ആ കോവിലിൽ പൊങ്കാലയായിരുന്നു. അപ്പൊ അമ്മ പൊങ്കാലയുടെ പായസം കൊണ്ടുവന്നത് ഞാൻ കഴിക്കണം, വാവയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞായിരുന്നു. അതിനുശേഷം രാത്രിയിലത്തേക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി അനിയത്തി ഇതാ ദോശ ചുടയാണ് കേട്ടോ. ഇവള് രാത്രി വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ശ്രീതട്ടം മേടിക്കും. പെറോട്ടയുടെ കട്ട ഫാനാണ് എൻ്റെ അനിയത്തി. അതുകൊണ്ട് തന്നെ ഇന്ന് കുമാർ കഫേന്ന് പെറോട്ടയും പിന്നെ അതുപോലെ തന്നെ പെപ്പർ ചിക്കൻ കറിയാണ് മേടിച്ചിരിക്കുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കോവിലിലാണെങ്കിൽ ഫുഡ് ഉള്ളത് കൊണ്ട് അമ്മയും അച്ഛനും കിത്തും ഒക്കെ കോവിലിൽ നിന്ന് കഴിച്ചിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. താലപ്പൊലിക്ക് കൊടി പിടിക്കാൻ വേണ്ടി കിത്തും കൂടെ ഉണ്ടായിരുന്ന സന്തോഷമാണ് കേട്ടോ അവന്റെ മുഖത്തുള്ളത്. കുഞ്ഞിയെ കാണുമ്പോൾ കിത്തുവിന് ഒരു പ്രത്യേക സ്നേഹമാണ് കേട്ടോ. കുറെ നേരം സ്നേഹത്തിലിരിക്കും, അത് കഴിയുമ്പോൾ രണ്ടും കൂടെ അടിയാണ്. പിന്നെ അതൊന്ന് സോൾവ് ആക്കാൻ വേണ്ടി അമ്മ വരണം. അമ്മ വരുമ്പോഴത്തേക്കോ കിത്തുവിനാണെങ്കിൽ ഭയങ്കര ചെല്ലമാണ്. കിത്തു ആണെങ്കിൽ അമ്മയുടെ മടി ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആരും അമ്മയെ തൊടുന്നത് കിത്തുവിന് ഇഷ്ടമല്ല കേട്ടോ. എൻ്റെ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് കിത്തു അമ്മയെ കെട്ടിപ്പിടിക്കുകയും ചെയ്യും, നമ്മളെ അങ്ങ് തള്ളി മാറ്റുകയും ചെയ്യും. ഈ ഒരു സമയത്ത് ഞാനും അനിയത്തിയും കൂടെ പരസ്പരം മുഖത്തോട് നോക്കി ഞങ്ങളാരെ പൊട്ടനാ മുതലാളി എന്നും പറഞ്ഞുകൊണ്ട് നോക്കിയിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇവരൊക്കെ ഇവിടെ നിന്നിട്ട് തിരിച്ചങ്ങ് വീട്ടിലേക്ക് പോവേണേ. അപ്പോൾ പുതുതായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനലിൽ നിന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ.